അങ്ങനെ Xiaomi 14 സീരീസ് ഗ്ലോബലി ലോഞ്ച് ആയി. സമാധാനമായി. അപ്പം ഈ ഒരു Xiaomi 14 സീരീസ് ലോഞ്ച് ആയപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിലും ഈ ഒരു Xiaomi 14 സീരീസിലെ Xiaomi 14ഉം പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള Xiaomi 14 അൾട്രയും ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നുണ്ട്. അത് ഈ ഒരു 11 മാർച്ചാണ് ലോഞ്ച് ആവുന്നത്. അപ്പം ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചിൻ്റെ കൂടെ വേറൊരു അടിപൊളി സാധനം വരുന്നുണ്ട്. അതാണ് ഷോമിയുടെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള UI HyperOSന്റെ റോൾ ഔട്ടിൻ്റെ ആ ഒരു റോഡ് മാപ്പും അങ്ങനെ Xiaomi ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്വിറ്റർ പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോൺസിൻ്റെ ആ ഒരു റോഡ് മാപ്പും, അതായത് ഏതൊക്കെ ഫോൺസിനാണ് ഈ ഒരു HyperOS സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് വരുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു റോഡ് മാപ്പാണ്. നമ്മുടെ ആ ഒരു ഷോമിയുടെ 13 സീരീസിൽ ഫുള്ളായിട്ട് ഈ ഒരു HyperOS ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. സ്റ്റേബിൾ വേർഷനാണ് റൺ ചെയ്യുക. മാർച്ച് 2024 നമുക്ക് ഷോമിയുടെ ആ ഒരു 12 സീരീസിലും റെഡ്മി നോട്ട് 12 സീരീസിലും നോട്ട് 13 സീരീസിലും അത് റോൾ ഔട്ട് ആവുന്നതായിരിക്കും. പിന്നെയുള്ള ബാക്കി Q2 2024, അതായത് നമ്മുടെ സെക്കൻഡ് ഹാഫ് ഓഫ് 2024 ബാക്കി ഷോമിയുടെ ആ ഒരു 11 അൾട്രയിലും Xiaomi 11T Proയിലും MI 11X കുറേ വർഷങ്ങളായിട്ട് കുറേയധികം അപ്ഡേറ്റ്സ് ഈ ഒരു MI 11X സീരീസിൽ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ MI 11X Pro കാണുന്നില്ല. അതിനെ പറ്റി എനിക്കറിയില്ല. ഓക്കെ, MI 11Xന്റെ Pro ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടോ എന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഷോമിയുടെ 11i ഹൈപ്പർ ചാർജ്, 11 ലൈറ്റ്, 11i MI 10, പിന്നെ ഷോമിയുടെ പാഡ് 5ലും നമുക്ക് HyperOS കാണാം. പിന്നെയാണ് കുറച്ച് ക്രിഞ്ചായിട്ടുള്ള പരിപാടി. റെഡ്മിയുടെ കുറച്ച് സീരീസിൽ മാത്രം ആ ഒരു അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അതായത് റെഡ്മിയുടെ K50i, അതായത് ആ ഒരു റേഞ്ചിൽ അത് ബെസ്റ്റ് ഫോണാണ്. മീഡിയടെക്കിൻ്റെ ഏതോ 8 സീരീസിൽ ഏതോ ചിപ്പാണ്. ഫ്ലാഷ് പെർഫോമൻസ് തരുന്നൊരു സംഭവമാണ് K50i. യൂസേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതാണെന്ന് പറയണ്ട. അതുപോലെ റെഡ്മിയുടെ 13C സീരീസ് ഉണ്ട്, ഒരു ബഡ്ജറ്റ് സീരീസാണ്. ആ ഒരു സീരീസിൽ നമുക്ക് ഈ HyperOS ആയിരിക്കും റൺ ചെയ്യുക. പിന്നെ നമുക്ക് റെഡ്മി 12 ആണ്. റെഡ്മി നോട്ട് 12 സീരീസ് അല്ല ഇത്, റെഡ്മി 12 ഒരു ബഡ്ജറ്റ് വേരിയൻ്റ് ആണ്. ഇതിലും നമുക്ക് HyperOS കാണാൻ പറ്റും. പിന്നെയുള്ളത് റെഡ്മി 11 പ്രൈം 5G, അതുപോലെ തന്നെ റെഡ്മിയുടെ നോട്ട് 11 സീരീസുമാണ് അപ്ഡേറ്റ്സിന് അർഹരായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു റെഡ്മിയുടെ മിക്ക എല്ലാ ഡിവൈസിനും ഈ ഒരു HyperOS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയായിരിക്കും. പിന്നെ വേറൊരു ട്വിസ്റ്റ് ഉള്ളത് ഇതായിരിക്കും ഈ റെഡ്മി 11 സീരീസിലൊക്കെ വരുന്ന ലാസ്റ്റ് അപ്ഡേറ്റ്. കാരണം 3 വർഷത്തെ OS അപ്ഡേറ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അത് ഇതോടെ കഴിയുന്നതായിരിക്കും. ഇനിയിപ്പോൾ HyperOSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ ആ ഒരു ചൈനീസ് വെർഷനിൽ കാണുന്ന ആ ഒരു അധികം ഫീച്ചേഴ്സൊന്നും ഇന്ത്യൻ വേരിയൻറ്റിൽ നിന്നാണ് കേൾക്കാൻ സാധിച്ചത്. മെയിനായിട്ട് ഞാൻ ഓൾറെഡി ഈ ഒരു HyperOSനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പ്ലനേഷൻ ചൈനീസ് വേരിയൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതും ഈ ഇന്ത്യൻ വേരിയൻസ് ആയിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ ആപ്പിൽ വരുന്നൊരു ആനിമേഷൻ ഉണ്ട്. ആ ഒരു ആനിമേഷൻ ഇന്ത്യൻ വേർഷനിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ആ ഒരു ഫീച്ചറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടി നൈസ് ആയിരിക്കും ഫോൺ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ. കാരണം ആ ഒരു ആനിമേഷനൊക്കെ അടിപൊളിയായിട്ടാണ് HyperOSൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വരാത്തതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പം വല്ല അപ്ഡേറ്റിൽ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊഴിച്ച് ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ്. പിന്നെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, അതുപോലെ തന്നെ മെയിനായിട്ടും അവരുടെ ആ ഒരു കേഡൽ ലെവലിലൊക്കെയുള്ള കുറേ പരിപാടികളാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അവരുടെ IoT. നമുക്കറിയാം ഷോമിക്ക് കുറേയധികം സ്മാർട്ട് അപ്ലയൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒറ്റ കുടക്കീഴിൽ കൺട്രോൾ ചെയ്യാനുള്ള സെറ്റപ്പിൽ HyperOSൽ IoT ഹബ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഒരു സോഫ്റ്റ്വെയറും കൂടി ഇൻറ്റഗ്രേറ്റ്, അതായത് ഇൻബിൽട്ട് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ HyperOS വരെ. അപ്പോൾ എല്ലാ സ്മാർട്ട് അപ്ലയൻസസിനും ഒറ്റൊരു ആപ്പ്, ആ ഒരു കൺസെപ്റ്റാണ് മെയിനായിട്ട് ഷോമിയിൽ ഈ ഒരു HyperOS കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു HyperOS നമുക്ക് കാണാൻ പറ്റും. ഷോമിയുടെ സ്മാർട്ട് ബൾബും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ കൺട്രോൾ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഈ ഒരു HyperOS നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡാണ്. പിന്നെ ബ്ലോഡ് ബേഴ്സ് ഒക്കെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, പറയാൻ പറ്റില്ല. ബഡ്ജറ്റ് വേരിയൻസ് ഇറക്കുമ്പോൾ ഈ ഒരു HyperOS കൊടുക്കും. അതിൻ്റെ കൂടെ കുറേ ബ്ലോഡ് ബേഴ്സും ഒരു ഇട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ MIUIനേക്കാളും അത്യാവശ്യം കുറച്ചൊക്കെ ചേഞ്ചസ് നമുക്ക് HyperOSൽ വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ചേഞ്ചസുമാണ്. മാറ്റപടലം മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഇവിടെയും കുറേ ചേഞ്ചസ്. പിന്നെ മെയിനായിട്ടും നമുക്ക് കാണാൻ പറ്റാത്തവിടത്തൊക്കെയാണ് മെയിനായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ബാക്ക് എൻഡിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും മെയിനായിട്ട് ഇമ്പ്രൂവ് ആവുക. അല്ലാണ്ട് നമ്മുടെ എക്സ്പീരിയൻസിലൊന്നും വലിയ മാറ്റം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഫീൽ ചെയ്യില്ല. പിന്നെ അതൊക്കെ ശീലമായിക്കോളും. HyperOSന് എലിജിബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ലിസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഈ ഒരു ഡിവൈസസ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു HyperOSൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ എന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ Q2 ആണ് പറഞ്ഞിട്ടുള്ളത്. Q1 എന്ന് പറയുമ്പോൾ ഈ ജനുവരി തൊട്ട് ജൂൺ വരെയാണ്. പിന്നെ ഉള്ളത് ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ള ആ ഒരു ടൈം ലൈനിലായിരിക്കും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ വരാം. ആ ഒരു മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും വരാം. വന്നിട്ടില്ലാന്ന് ഇവിടെ വന്ന് കമൻറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഈ ഒരു ഡിസംബറിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ്സ് കിട്ടും. Xiaomi ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നവരാണ്, അവർക്കറിയാം. അപ്പോൾ Xiaomi ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ മൊത്തം എന്നാ ബ്രോ ഈ ഒരു അപ്ഡേറ്റ് വരാം, അത് വന്നില്ല, ഈ ഒരു ഫോണിൽ വന്നില്ല, ആ ഒരു ഫോണിൽ വന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അത് ജസ്റ്റ് Xiaomi സെറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ കൂടാത്ത വേറെ
ഏതെങ്കിലും ഡിവൈസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് റെഡ്മി നോട്ട് 10 സീരീസ് അതുപോലെ റെഡ്മി നോട്ട് 9 സീരീസ്, ആ ഒരു ഡിവൈസസിനൊന്നും അപ്ഡേറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും റെഡ്മി നോട്ട് 10 ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഓടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ HyperOSന്റെ ഒരു എലിജിബിൾ ലിസ്റ്റിനെ പറ്റിയും ബാക്കി കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.